നമസ്കാരം. ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ലളിതമായ ജീവിതത്തിലൂടെ ചരിത്രത്തിൽ ഇടം പിടിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യം വിട ചൊല്ലി. രാവിലെ 11:45 നിഗംബോധ് ഘാട്ടിലാണ് പൂർണ്ണ സൈനിക ബഹുമതികളോടെ അന്ത്യകർമ്മങ്ങൾ നടന്നത്. മോത്തിലാൽ മാർഗിലെ 3-ാം നമ്പർ ഔദ്യോഗിക വസതിയിൽ നിന്നും രാവിലെ 8-ഓടെയാണ് മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചത്. AICC ആസ്ഥാനത്ത് പൊതുദർശനം പൂർത്തിയാക്കി. സോണിയാഗാന്ധി, മല്ലികാർജുന ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഗാറ്റ്വിക്കും മാഞ്ചസ്റ്ററും ഹീത്രൂവും ഉൾപ്പെടെ UKയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ വ്യാപകമായ മൂടൽമഞ്ഞ് കാരണം താൽക്കാലിക വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഹീത്രൂവിൽ നിന്നുള്ള ഡസൻ കണക്കിന് വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തു. മൂടൽമഞ്ഞ് കാരണം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ UKയിലുടനീളമുള്ള നിരവധി വിമാനത്താവളങ്ങളിൽ ഇന്ന് താൽക്കാലിക വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെന്നും വിമാന സർവീസുകളുടെ എണ്ണം കുറച്ചതായും UKയിലെ പ്രധാന എയർ ട്രാഫിക് കൺട്രോൾ പ്രൊവൈഡർ നാസ്റ്റ് പറഞ്ഞു. സ്റ്റാർമർ സർക്കാരിന് നാണം കെട്ട തിരിച്ചടിയായി ഗാർഡിയൻ പത്രത്തിലെ UKയിലെ സ്കൂളുകളുടെ മോശ നിലവാരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട്. UKയിൽ 1.5 ദശലക്ഷം കുട്ടികൾ തകർന്ന സ്കൂൾ കെട്ടിടങ്ങളിൽ പഠിക്കുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, കോടതികൾ എന്നുൾപ്പെടെയുള്ള പൊതുമേഖലാ കെട്ടിടങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകളിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്ന് കണ്ടെത്തി. വർഷങ്ങളായി നിക്ഷേപങ്ങളുടെ കുറവ് ഇംഗ്ലണ്ടിന്റെ പൊതു അടിസ്ഥാന സൗകര്യങ്ങളെ തകർന്ന അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. വളരെ മോശമായ അവസ്ഥകൾ കാരണം കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിലാണ് പല സ്കൂളുകളും കെട്ടിടങ്ങളും. വളരെ മോശമായ അവസ്ഥകൾ കാരണം കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന അവസ്ഥയിലാണ് പല സ്കൂൾ കെട്ടിടങ്ങളും. UKയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളിൽ കെയർ സ്റ്റാർമറിന്റെ ഗവൺമെന്റ് ഉറച്ചു നിൽക്കണമെന്ന് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് മേധാവി പോൾ നോവാക് ബിസിനസ് ഗ്രൂപ്പുകൾക്ക് മുന്നിൽ കീഴടങ്ങരുതെന്നും നോവാക് ആവശ്യപ്പെട്ടു. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചതിനാൽ പദ്ധതികളിൽ വെള്ളം ചേർക്കാൻ ബിസിനസ് ഉടമകളുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ പോൾ നോവാക് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചാൻസലറുടെ ശരത്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തൊഴിലുടമയുടെ ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിൽ 25 ബില്യൺ പൗണ്ട് വർദ്ധിച്ചതിനെതിരെയാണ് തൊഴിലുടമകൾ. UK റീഫോംസിന്റെ നേതാവ് നൈജൽ ഫരേജ് MP ഡയറക്ട് ബുള്ളിയൻ ഗോൾഡ് സ്ഥാപനത്തിന്റെ പെയ്ഡ് ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നു എന്ന വെളിപ്പെടുത്തലിൽ പുതിയ വിവാദം. വേതനമായുള്ള ഇത്തരം വിവരങ്ങൾ MP എന്ന നിലയിൽ ഔദ്യോഗികമായി ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിച്ചില്ല എന്നതാണ് വിവാദത്തിന് കാരണം. ഡിസംബർ 9 പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ MPമാരുടെ താൽപര്യങ്ങളുടെ രജിസ്റ്ററിൽ സ്ഥാപനത്തിലെ ഫരേജിന്റെ പങ്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിഫലം വാങ്ങി 1 വർഷമായി താൻ പെയ്ഡ് ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നുവെന്നും നൈജൽ ഫരേജ് വെളിപ്പെടുത്തി. ശതകോടീശ്വരൻ എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപിന്റെ അനുകൂലികളിൽ കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ മാഗ സംഘവും തമ്മിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടു. നിയുക്ത US പ്രസിഡന്റ് ട്രംപ് തന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി ഉപദേശകനായി ഇന്ത്യൻ വംശജനായ സിലിക്കോൺ വാലി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വിവേക് കൃഷ്ണൻ എന്ന സംരംഭകനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് വിവാദങ്ങൾ. ഇത് ട്രംപിന്റെ അജണ്ടയോടുള്ള നേരിട്ടുള്ള എതിർപ്പാണെന്ന് അവർ പറഞ്ഞു. US-ലേക്കുള്ള എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ വിസയും ഗ്രീൻ കാർഡും നീട്ടിയതിനെ വിവേക് കൃഷ്ണൻ പിന്തുണച്ചതിന് കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുപക്ഷ പ്രവർത്തക ലോറ ലൂമർ, മുൻ കോൺഗ്രസ് അംഗവും അറ്റോർണി ജനറൽ നോമിനിയുമായ മാറ്റ് ഗെയ്റ്റ്സ് എന്നിവർ കൃഷ്ണനെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചു. ഇതോടെ മസ്കും സഹസംരംഭകൻ ഇന്ത്യൻ സ്വദേശി വിവേക് രാമസ്വാമിയും കുടിയേറ്റ വിരുദ്ധർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. US-ൽ മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളുടെ സ്ഥിരമായ കുറവുണ്ട്. സിലിക്കൺ വാലിയിലെ അടിസ്ഥാനപരമായ പരിമിതി ഘടകമാണിത്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ മറുവശത്ത് കളിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചാൽ അമേരിക്ക തോൽക്കും എന്നാണ് മസ്ക് കുറിച്ചത്. 4 പതിറ്റാണ്ട് കാലം സുസുക്കി കമ്പനിയെ നയിച്ച ഒസാമു സുസുക്കി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. അർബുദബാധിതനായിരുന്ന ഒസാമു സുസുക്കി ഡിസംബർ 25 മരിച്ചതെന്ന് കമ്പനി അറിയിച്ചു. സുസുക്കിയെ ജനപ്രിയ ബ്രാൻഡാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച ഒസാമു 2021 കമ്പനിയുടെ ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞത്. ഒസാമുവിന്റെ കാലത്താണ് മാരുതി ചെറിയ കാറുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഇന്ത്യയുമായി സഹകരിച്ച് മാരുതി ഉദ്യോഗ് ലിമിറ്റ് സ്ഥാപിച്ചതും. മാരുതി 800 എന്ന ജനപ്രിയ ബ്രാൻഡിന്റെ ഉപജ്ഞാതാവും ഇദ്ദേഹമാണ്. ഇനി മെഷീൻ ലേണിംഗിന്റെ സഹായത്തോടെ ഓരോ വർഷവും UKയിൽ ആയിരക്കണക്കിന് സ്ട്രോക്കുകൾ ഒഴിവാക്കാനാകും. ദശലക്ഷക്കണക്കിന് GP റെക്കോർഡുകൾ സ്കാൻ ചെയ്ത് അപകട സാധ്യതയുള്ള രോഗികളെ കണ്ടെത്തുന്ന ഒരു അൽഗോരിതം UK NHS-ലെ ഡോക്ടർമാർ വികസിപ്പിച്ചെടുത്തു. ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ ലീഡ്സ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റിലെയും
ലീഡ്സ് സർവകലാശാലയിലെയും ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ചേർന്നാണ് അൽഗോരിതം വികസിപ്പിച്ചത്. സ്ട്രോക്ക് അപകടസാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഹൃദയ സംബന്ധമായ ഏട്രിയൽ ഫൈബ്രിലേഷൻ AF ഉള്ള രോഗികളെ തിരിച്ചറിയാൻ മെഷീൻ ലേണിംഗ് ഉപകരണം സഹായിക്കും. ഒട്ടേറെ പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്ന കഴിഞ്ഞ സാമ്പത്തിക വർഷം BJPക്ക് 2244 കോടി രൂപയും കോൺഗ്രസിന് 289 കോടി രൂപയും സംഭാവനയായി കിട്ടി. വ്യക്തികളിലും സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച 20,000 പരം രൂപയുടെ സംഭാവന സംബന്ധിച്ച് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണിത്. BJPക്ക് തൊട്ടു മുൻപത്തെ വർഷം ലഭിച്ചതിന്റെ 3 ഇരട്ടി പണമാണ് ഇക്കുറി കിട്ടിയത്. 2022-23 കോൺഗ്രസിന് ലഭിച്ചത് 80 കോടി രൂപ മാത്രമായിരുന്നു. പൗണ്ട് റേറ്റ്. UK പൗണ്ടിന്റെ ഇന്നത്തെ മൂല്യം ഒരു പൗണ്ടിന് 107.36 ഇന്ത്യൻ രൂപയാണ്. ഒരു US ഡോളറിന് 85.38 രൂപയാണ്. ഒരു യൂറോ 89.04 രൂപയും. ഒരു പൗണ്ട് 1.26 US ഡോളറാണ്. ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.